ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. എന്നാൽ ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. 1697 നടന്ന അഞ്ചുതെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം. മലബാർ കലാപം നടന്ന വർഷം 1921. കുറിച്യ കലാപം നടന്ന വർഷം 1812. മുണ്ട കലാപം നടന്ന വർഷം 1899. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. 1957 നിലവിൽ വന്ന പ്രഥമ കേരള മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. 1817 തിരുവിതാംകൂർ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ഗൗരി പാർവതിബായി. ഗൗരി പാർവതിബായിയാണ് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 1998 G20 രൂപീകരിച്ചത്. G20 രൂപീകരിക്കുന്നത് 1999. G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ ബി കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീര ദൈർഘ്യമുള്ള ജില്ലയാണ് കണ്ണൂർ. കേരളത്തിലെ കടൽ തീര ദൈർഘ്യം 580 കിലോമീറ്ററാണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ 5 എണ്ണമാണ്. വയനാട്, ഇടുക്കി, പാലക്കാട്, പത്തനംതിട്ട, കോട്ടയം എന്നിവയാണത്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര്? ഓപ്ഷൻ ബി പോറ്റി ശ്രീരാമലു. ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു എന്നിവർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളാണ്. ഇതിൻ്റെ ചെയർമാനാണ് ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 1953. ഇതിൻ്റെ കമ്മീഷൻ ഫസൽ അലി ആയതുകൊണ്ട് ഈ കമ്മീഷനെ ഫസൽ അലി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്.